പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മുടെ ജീവിതങ്ങൾക്ക് എന്നും തുണയായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ കൃപ തങ്ങളുടെ കുടുംബജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഷൈജു ഫെമിത ദമ്പതികളെ നാം പരിചയപ്പെടുമ്പോൾ നമ്മുടെ കുടുംബജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അൻസോൾ സിബി. ഞാൻ ഷാർജയിൽ സ്കൂൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കുടുംബമായിട്ട് ഷാർജയിൽ താമസിക്കുന്നു. നാട്ടിൽ പിറവം ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകാംഗമാണ്. എൻ്റെ പേര് മാർസൽ ഷൈജു. ഞാൻ ഷാർജയിലാണ് താമസം. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ കണ്ണൂർ രൂപത മാടായി ഇടവകയിലാണ്. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ പേര് ഫെമിത. ഞാൻ അജ്മാനിലൊരു ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. കെവിൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, കെസിയ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, കെയിൻ 3.5 വയസ്സാണ്. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ലെന്ന് പറഞ്ഞ ഫെമിതയെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതെ ചേച്ചി, ഞാൻ നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വളരെ നന്നായിട്ട് ഈശോയും അടുത്ത് നിന്നൊരു വ്യക്തിയാണ്. കാരണം ഞാനൊരു കോൺവെൻറ്റിലാണ് നഴ്സിംഗ് പഠിച്ചതും. ഹോസ്റ്റലും കോൺവെൻറ്റാണ്, സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻറ്റിലായിരുന്നു. അവിടെ വെച്ച് എന്നും കുർബാനയ്ക്ക് പോയും എന്നും ജപമാല ചൊല്ലിയും ഉള്ളൊരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പിന്നീട് കല്യാണം കഴിയുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. നഴ്സിംഗ് കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോഴൊക്കെ ഇങ്ങനെയായിരുന്നു. അതിനുശേഷം മക്കളായി ജോബിന് വേണ്ടി ഞാൻ ദുബായിലോട്ട് വന്നു. ജോബ് കിട്ടി. പിന്നീട് ജീവിതത്തിലെ തിരക്ക് മൂലം, കാരണം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ. കാരണം 2 പേരും മക്കളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അന്നേരം ഡ്യൂട്ടിയൊക്കെ റിക്വസ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു. കാരണം 2 പേരും വളരെ സ്ട്രഗിൾ ചെയ്തൊരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് പതിയെ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. ഈവൻ ഏറ്റവും ഏറ്റവും വ്യക്തമായി പറയുകയാണെങ്കിൽ ഹസ്ബൻഡാണ് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോകുന്ന കാര്യം. കാരണം അത് കംപ്ലീറ്റ്ലി ഞാൻ മറന്നുപോയൊരു വ്യക്തി. കാരണം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ച ഇവൺ എനിക്ക് കുർബാനയ്ക്ക് പോകേണ്ട കാര്യം ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഹസ്ബൻഡ് ശനിയാഴ്ച എന്നോട് ചോദിക്കും, നാളെ എന്താണ് നിൻ്റെ പരിപാടിയെന്ന്. കാരണം ഹസ്ബൻഡിൻ്റെ ആഗ്രഹം ഞാൻ പറയണം നാളെ കുർബാനയ്ക്ക് പോകണമെന്ന്. പക്ഷേ എന്നെക്കൊണ്ടത് പറയാൻ പറ്റിയില്ല. കാരണം അത് മറന്നു പോവാണ്. ഞാൻ മനഃപൂർവ്വം മറക്കുന്നതല്ല, പക്ഷേ അതിനെ ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അൻസോളേച്ചി എന്നെ വിളിക്കുന്നത്. ഫെമിത പറഞ്ഞു ഷൈജു ആണ് പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന കാര്യം ഓർപ്പിച്ച് നിർബന്ധമായിട്ടും ആഴ്ചയിൽ 1 മാസം അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന്. അങ്ങനെ ഷൈജുവിന് ഈശോയോട് ചേർന്ന് ജീവിക്കാനുണ്ടായ പ്രചോദനം എന്താണ്? ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതലേ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്നും പള്ളിയിൽ പോയിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു, വീട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു പള്ളി. അപ്പം അപ്പച്ചൻ എന്നും പള്ളിയിൽ പോകും. അതുപോലെ ഞങ്ങളും എന്നും പള്ളിയിൽ പോയിട്ടാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്തായാലും മസ്റ്റായിട്ട് പള്ളിയിൽ പോകുമായിരുന്നു. അത് ഞാൻ ഒരിക്കലും മുടക്കിയിരുന്നില്ല. അതുപോലെ തന്നെ ഡെയിലി എനിക്കൊരു പേഴ്സണൽ പ്രെയർ ഉണ്ട്. അതും ഞാൻ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോഴും അത് ഡെയിലി ആ ഒരു പ്രെയർ ഞാൻ മുടക്കാറില്ല. ഷൈജുവിന് മാതാപിതാക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയത് തൻ്റെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹമാണ് ഷൈജുവിന് ഇത് ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഫെമിത എന്നാണ് ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ച് ഈശോയിലേക്ക് തിരിച്ചു വരാൻ ഇടയായ സാഹചര്യം എന്ന് പറയുമോ? ചേച്ചി കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ 50 നോമ്പിൻ്റെ സമയത്ത് കുറച്ച് നഴ്സുമാർ കൂടെ ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതിന് നമ്മൾ പ്രത്യേകമായി നിയോഗം വെച്ചത് തിരുസഭയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വൈദികർക്കും സന്യസ്തർക്കും ഇന്ന് തിരുസഭ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൽ 3 ടാസ്ക്കായിരുന്നു നമുക്കുണ്ടായിരുന്നത്.
ഒന്ന് ബൈബിൾ റീഡിങ്, കൃത്യമായി എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഓർക്കുന്നു, എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഒരു ദിവസമെങ്കിലും നമ്മൾ കുർബാന കൂടണം. പിന്നെ മൂന്നാമതായിട്ട് കുരിശിൻ്റെ വഴി എല്ലാ ദിവസവും ചെയ്യണം എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയായിരുന്നു. അതായിരുന്നു എൻ്റെ തുടക്കം. അന്ന് മുതൽ ഞാൻ അന്ന് കുറച്ച് ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ ബൈബിൾ റീഡിങ്. പക്ഷേ അതിന് ശേഷവും ഞാൻ ബൈബിൾ വായന കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എന്നെ ഒരുപാട് പേര്, ആ നഴ്സിംഗ് കൂട്ടായ്മയിലുള്ള ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം അത് പിന്നീട് എനിക്ക് ഇഷ്ടമായി ബൈബിൾ വായിക്കാൻ. കാരണം കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് അതിയായി ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അത്. ഞാൻ പിന്നീട് ബൈബിൾ വായന സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഡെയിലി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ എന്നും ബൈബിൾ വായിക്കും. പഴയ നിയമമാണ് വായിക്കുക വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഒരു വണ്ടിയിലാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അപ്പം ഏറ്റവും ബാക്കിലാണ് പോയിരിക്കാറ്, വണ്ടിയിൽ ഏറ്റവും ബാക്ക് പോയിരുന്ന് പുതിയ നിയമം വായിക്കും. അപ്പോൾ എത്ര തോന്നുന്നു എനിക്ക് വായിക്കാൻ, അതുവരെ ഞാൻ വായിക്കും. പിന്നെ അതിനുശേഷം ഒരു കൊന്ത ചൊല്ലും, പിന്നെ ഒരു കരുണക്കൊന്തയും ചൊല്ലി എനിക്ക് ഇറങ്ങാനുള്ള കറക്റ്റ് സ്റ്റോപ്പായി. അപ്പം പിന്നീട് ഞാൻ നോട്ട് ചെയ്യേണ്ടായി ഒരു കൊച്ച്, അതായത് വണ്ടിയിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊന്നുമല്ല, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ്. അപ്പം ആളും എൻ്റെ കൂടെ ബാക്കിൽ വന്നിരുന്ന് ആ കൊച്ചിൻ്റെ കയ്യിലും ഒരു കൊന്ത കണ്ടു തുടങ്ങി. അതെനിക്ക് വലിയൊരു സന്തോഷം തരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ദൈവത്തിലോട്ട് അടുക്കുമ്പം അറ്റ്ലീസ്റ്റ് ആരെങ്കിലും നമ്മളെ കാണുന്നവർ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം അത് ഞാൻ കണ്ടു തുടങ്ങി. എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് എൻ്റെ ഭവനത്തിലാണെങ്കിൽ, വീട്ടിൽ ഞാൻ ഈ ബൈബിൾ വായന സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് ഹസ്ബൻഡിനോട് പറയാൻ ഭയമായിരുന്നു ബൈബിൾ വായിക്കണമെന്നൊക്കെ. പക്ഷേ പതിയെ ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു, അതിനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് എനിക്ക് അന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ബൈബിൾ വായന സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇത് പ്രത്യേകമായി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം ഈ നഴ്സിംഗ് കൂട്ടായ്മയിലായിട്ട് പോയപ്പം അവിടുന്ന് പറഞ്ഞൊരു വാക്യമാണ് ഒരു ബ്രദർ പറഞ്ഞ്, നീ അറിയാത്ത ദൈവത്തിനെ നീ എങ്ങനെ നിൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. അന്ന് ഞാൻ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു, നമ്മൾ ഈ കാര്യം നമ്മൾ ബൈബിൾ വായന സ്റ്റാർട്ട് ചെയ്യണം. കാരണം അങ്ങനെ ഹസ്ബൻഡും ബൈബിൾ വായന തുടങ്ങി. പിന്നെ പതിയെ ഞാൻ എന്നും ആ നഴ്സിംഗ് കൂട്ടായ്മയിൽ പോയി വരുമ്പം ഞാൻ എന്നും ഷെയർ ചെയ്യുന്ന എൻ്റെ വീട്ടിലെ ചേച്ചീനോടാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം. അപ്പം ചേച്ചീനോട് ഞാൻ ബൈബിൾ വായനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എന്നും സംസാരിക്കാനുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ സമയത്ത് ഞാൻ കാണുവാണ് ചേച്ചി ഇങ്ങനെ ബൈബിൾ വായിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി ഇതെന്ന് തുടങ്ങി? അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാനിപ്പം സമയം കിട്ടുമ്പോൾ ബൈബിൾ വായിക്കും, കൊന്തയും ചൊല്ലാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം ചേച്ചി ഒരുപാട് ദൈവത്തിലടുത്ത്, നമ്മളെ കുടുംബമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാ വ്യക്തികളും ദൈവം, ഈവൻ എൻ്റെ കുടുംബത്തിലൊരു വ്യക്തിയാണ്, എന്നാലും ആ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയിൽ പോലും ദൈവം തൊട്ടു, ചേച്ചിയിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് ഓർത്ത് എനിക്ക് വളരെ സന്തോഷമായി. പിന്നീട് പതിയെ ഞാൻ കാണുകയുണ്ടായി, ചേച്ചി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹസ്ബൻഡിന് വേണ്ടി ഒരു ബൈബിൾ വാങ്ങിച്ച് കൊടുത്തു വിട്ടു. എന്നിട്ട് ഇപ്പം ഹസ്ബൻഡും ബൈബിൾ വായനയും കൊന്തയൊക്കെ കൃത്യമായി ചെയ്യുന്നൊരു വ്യക്തിയായി ദൈവം മാറ്റി. അതാണ് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു അനുഭവം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവിൻ്റെ പ്രമാണങ്ങൾ വിശുദ്ധമാണ്, അവ കണ്ണുകളെ പ്രകാശിപ്പിക്കും. ഫെമിത വചനം വായിച്ചു തുടങ്ങിയപ്പോൾ ചുറ്റുപാട് അന്തരീക്ഷം മുഴുവൻ മാറി. ഇവൻ കൂടെ നിൽക്കുന്ന ചേച്ചിയുടെ വീട്ടിലും വിദൂരത്തിലുള്ള ചേച്ചിയുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നു. ഫെമിത വചനം വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ശ്രദ്ധിക്കാൻ പറ്റിയത്? തീർച്ചയായും ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞു. ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു. പക്ഷെ ഞാൻ ഗ്രാജുവലി അത് സ്റ്റാർട്ട് ചെയ്തു. ബൈബിൾ ഡെയിലി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ബൈബിൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ മക്കൾക്ക് 2 പേർക്കും അവൾ ഒരു ബൈബിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചു ബൈബിൾ വാങ്ങിച്ചു കൊടുത്തു. 3 പേർക്കും ഓരോ കൊന്തയും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഡെയിലി അവരുടെ അടുത്ത് രാവിലെ എണീച്ച ഉടനെ ബൈബിൾ വായിക്കാനും ജപമാല അർപ്പിക്കാനും പറഞ്ഞു. എന്തോ മക്കൾ ഡെയിലി അതൊരു റൂട്ടീനായി, ഡെയിലി അതൊരു നല്ല രീതിയിൽ അവരത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു അനുഗ്രഹമായിരുന്നു. അത് ഡെയിലി അവരത് ബൈബിൾ വായിക്കുകയും ജപമാല അർപ്പിക്കുകയും, 2 പേരും സെപ്പറേറ്റ് ഇരുന്ന് അവരവരുടേതായ ഇതിൽ സെപ്പറേറ്റ് ഇരുന്നിട്ട് അവർ ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ പണ്ട് ഞങ്ങൾ ജപമാല സന്ധ്യാപ്രാർത്ഥന നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഒത്തിരി തിരക്കും അതൊക്കെ ആയത് കാരണം ഒരു കടമ നിർവഹിക്കുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന. ഇപ്പോൾ അത് മാറി നല്ല രീതിയിൽ ഭക്തിപൂർവ്വം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ രഹസ്യം കഴിയുമ്പോഴും ആ വൈഫ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട്
ഓരോ നിയോഗങ്ങൾ വെച്ചിട്ട്, ഓരോ രഹസ്യത്തിനും ഓരോ നിയോഗങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ള പലർക്കും വേണ്ടിയിട്ടുള്ള നിയോഗങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കേട്ടിട്ട് ഒരു ദിവസം മോള് അതേപോലെ അവളുടേതായ പ്രാർത്ഥനയിൽ അതും പറഞ്ഞു കൊടുത്ത് അവളും മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ രഹസ്യത്തിനും ഓരോ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേപോലെ ഇത് കണ്ടിട്ട് മകനും ഇപ്പം ഞങ്ങളല്ല ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഓരോ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് മക്കളാണ്. ഓരോ രഹസ്യം കഴിഞ്ഞ് അവർ തന്നെ ഓരോ നിയോഗങ്ങൾ വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. മോള് ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗം ആൻറ്റിയോട് പറയുമോ? ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇനി ഒത്തിരി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കുഞ്ഞു മാലാഖ ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻറ്റി. കെവിൻ മോന് വേർഡ് ഓഫ് ഗോഡ് ഒക്കെ അറിയോ? ഒരു വേർഡ് ഓഫ് ഗോഡ് പറയോ? Exodus 13:9 Teaching of the Lord may be on your lips. ഇനിയും കെവിൻ മോനെ ധാരാളം ഈശോ പഠിപ്പിക്കട്ടെ വചനങ്ങളൊക്കെ. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ബുക്സൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് അവൻ്റെ ഒരു കൊച്ചു ബൈബിള് അവൻ്റെ ബാഗിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇതെനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ബസ്സിലിരുന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായി കേട്ടോ. ആ ഒരു വേർഡ് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ അപ്പം മറ്റു കുട്ടികളും ഇത് കാണുമല്ലോ, ഇവനിരുന്ന് വായിക്കുന്നത്. ഈശോയോടുള്ള ആ സ്നേഹം കുഞ്ഞുനാളിൽ തൊട്ടേ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈ കുടുംബത്തിലൂടെ ചെയ്യാൻ ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ ഇപ്പം എങ്ങനെയാണ് കറിയാച്ചൻ്റെ അടുത്ത് വന്നേ? ഒരു ദിവസം മാതാവിൻ്റെ ഇവൻ്റെ കൈ പുള്ളൽബോ എന്ന് പറഞ്ഞൊരു പ്രശ്നം പറ്റിയായിരുന്നു കയ്യിൽ. അതിനുശേഷം ചേച്ചി എന്നെ വന്ന് ഓടി വിളിച്ചു. അപ്പം ഞാനാണെങ്കിൽ ആകെ ടെൻസ്ഡായി കൊച്ചിനടുത്ത് പോയി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പുള്ളൽബോ ആണ്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് പുറപ്പെട്ടു. ആ സമയത്ത് ഞങ്ങൾ വീട്ടിൻ്റെ പുറത്ത്, അതായത് ഫ്ലാറ്റിൻ്റെ പുറത്ത് ലിഫ്റ്റിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് മാതാവിൻ്റെ കൊന്ത എടുത്ത് കൊണ്ടുവന്നാലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഓടി അകത്ത് പോയി. എൻ്റെ അടുത്ത് മാതാവിൻ്റെ കൊന്ത എടുത്തുകൊണ്ടെന്ന് ഞാൻ പുറത്ത് വന്ന് ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഈ കൈ വെച്ചിട്ട് കഴുത്തിലിടണം. അപ്പം മാതാവ് കൈ ശരിയാക്കുമെന്ന് എനിക്കറിയില്ല എന്തിൽ നിന്ന് കിട്ടിയ പ്രചോദനം. ഞാനത് കൊച്ചിനോട് അങ്ങനെ പറഞ്ഞു. കൊച്ചി ഈ കൈ പിടിച്ച് പതിയെ 2 കൈയും കൊണ്ടെടുത്ത് കഴുത്തിലിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി അത് ശരിയായില്ല എന്ന് തോന്നി. കാരണം കരഞ്ഞുകൊണ്ടിരിക്കുക, പേടി കൊണ്ടാണോ എന്തെന്ന് അറിയില്ല, കരഞ്ഞുകൊണ്ടിരിക്കുക, കൈ ഇങ്ങനെ തന്നെ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ അകത്തോട്ട് ഞാൻ പറഞ്ഞു ഹസ്ബൻഡിന് എന്തായാലും ലേറ്റ് ആവുമല്ലോ, ചേച്ചിനോട് ഞാൻ പറഞ്ഞു നമുക്ക് അകത്ത് പോകാം. അകത്തിരുന്ന് ഞാൻ യൂട്യൂബ് നോക്കുവാണ് എങ്ങനെയാണ് ഈ പുള്ളൽബോ ശരിയാക്കുക എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി എന്തൊക്കെയോ ചെയ്യുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി അവൻ്റെ കൈക്ക് എന്തോ മാറ്റം ഉണ്ടെന്ന് തോന്നി. ഞാൻ ദൂരെ അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജനലിൻ്റെ അടുത്ത് പോയി ഞാൻ കാണിച്ച് വെറുതെ ദൂരെ കാണിച്ചു. പപ്പ വരുന്നുണ്ട്, പപ്പയ്ക്ക് ടാറ്റ പറയാൻ പറഞ്ഞു. അപ്പോൾ ആൾ ഈ കൈയെടുത്ത് ടാറ്റ പറയണം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൈ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈവൻ ഞാനത് പറയുമ്പോൾ ചേച്ചി പറയണം അയ്യോ കൊന്ത ഇട്ടിട്ട് കൊച്ചിന് കൈ ശരിയായല്ലോ. എനിക്ക് ശരിക്കും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു മറ്റായിരുന്നു. ഞാനത് പിന്നെ ഹസ്ബൻഡ് അപ്പോൾ കയറി വന്നു. ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞേ നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൈ ശരിയായി, കൊന്ത ഇട്ടിട്ടാണ് കൈ ശരിയായത്. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് വിളിച്ചു നോക്കി, മോനെ ഇത് പിടിച്ചേന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തപ്പോഴത്തേക്ക് കൈ വെച്ച് അവൻ കളി തുടങ്ങി. എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് മാതാവ് ശരിയാക്കിയത്. കാരണം അവന് തന്നെ അതൊരു കൊച്ചിൽ തന്നെ ആ വിശ്വാസം വളർത്തുന്നതിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഈ ഒരു സംഭവം. അത് കൂടാതെ ചേച്ചി ഞങ്ങൾ ആദ്യം കുടുംബ പ്രാർത്ഥന ഇരിക്കുന്ന സമയത്ത് മക്കളെ നോക്കിക്കൊണ്ടിരിക്കുക. എസ്പെഷ്യലി ഞാൻ, അതായത് കുടുംബ പ്രാർത്ഥന സമയത്ത് മക്കൾ എന്ത് ചെയ്യുന്നു അതാണ് എൻ്റെ നോട്ടം. അതായത് കർത്താവിലോട്ട് ഒരിക്കലും നോക്കാറില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്നെ അറിയുന്ന എല്ലാവർക്കും തന്നെ അറിയാം, അതെൻ്റെ സ്വഭാവമാണ്. പക്ഷെ അത് പതിയെ ഇപ്പം ഞാൻ ആരെയും നോക്കാറില്ല, ഞാൻ കണ്ണടച്ച്. പക്ഷെ അതെനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു പ്രചോദനമാണ്. കാരണം നമ്മൾ ഇതുപോലെ ഓരോ ടോക്കുകളും കേൾക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു പ്രചോദനമാണ്. അതായത് നമ്മൾ മക്കളെ നോക്കരുത്, നമ്മൾ പ്രാർത്ഥന തുടങ്ങി കഴിയുമ്പം വീട്ടിലുള്ള മക്കളിലും അത് മാറ്റം വരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു കേട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ശ്രമിച്ചത്. പക്ഷെ അത് കറക്റ്റായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മക്കൾ ഓട്ടോമാറ്റിക് അവരുടേതായ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഓരോ രഹസ്യങ്ങൾക്ക് മുന്നേയും ചൊല്ലി തുടങ്ങി. അത് ഇപ്പം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞങ്ങളെ കുടുംബ പ്രാർത്ഥന കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇത്ര ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുമക്കൾ ഗ്രേഡ് 2-ലും ഗ്രേഡ് 4-ലും പഠിക്കുന്ന മക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ജപമാല എത്തിച്ച് പ്രാർത്ഥിക്കുന്നു, ബൈബിള് വായിക്കുന്നു. ഇത് ഫെമിതയുടെ ഈ കുടുംബം ഒത്തിരി കുടുംബങ്ങൾക്ക് ഒരു മാതൃകയാവട്ടെ. ഇനി ഈ രോഗി ശുശ്രൂഷ മേഖലയിൽ
വചനം വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ഫെമിതയ്ക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ചേച്ചി. കാരണം ഞാൻ എന്ന വ്യക്തി ഒരു രോഗിയുടെ അടുത്ത് പോകുമ്പോൾ ആദ്യം ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം, എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ മക്കൾക്കോ ഒരിക്കലും ഒരു അസുഖവും ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പാടില്ല. ഇതാണ് എൻ്റെ ഫോക്കസ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു ഡിസ്റ്റൻസ് വെച്ച് ഏതൊരു രോഗിയുടെ അടുത്ത് ഞാൻ പോകാറുള്ളൂ. പക്ഷെ പതിയെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓരോ ടോക്കുകളാണ് എന്നെ ശരിക്കും ജീവിതത്തിലോട്ട് നയിച്ചത്, ഒരു പ്രാർത്ഥനാ ജീവിതത്തിലോട്ട് നയിച്ചത്. ഒരിക്കൽ ഞാൻ കേൾക്കേണ്ട ഒരു സിസ്റ്റർ പറഞ്ഞത്, നമ്മൾ നഴ്സിംഗ് മേഖലയാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന മേഖല, രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് അവിടെ നിന്ന് ഒരു ടോക്ക് ഉണ്ടായി. അതിനുശേഷം ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിൽ പോയ സമയത്ത് ഒരു റൂമിൽ ഒരു പേഷ്യൻ്റെ അടുത്ത് പോയപ്പോൾ കണ്ടിന്യൂസ് ഫീവറായിരുന്നു. ഒരു കൊച്ച് 3 ദിവസമായിട്ട് ഫീവറാണ്. ആ മാതാപിതാക്കൾ, അമ്മയാണെങ്കിൽ അറബിക്സ് പേഷ്യൻ്റാണ്. അപ്പം അവരെന്നോട് പറഞ്ഞ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആ മാതാവ് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് ആ കൊച്ചിൻ്റെ അവസ്ഥയെ ഓർത്ത്. കാരണം 3 ദിവസമായി കണ്ടിന്യൂസ് പനി, കൊച്ചൊന്നും കഴിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ വളരെ വേദന അനുഭവിക്കുന്ന ഒരു അമ്മേൻ്റെ മുഖമാണ് എന്നെ. ആ സമയത്ത് ഞാൻ ഓർത്ത്, എൻ്റെ ഒരു മകനായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്. അത് എന്നെ വളരെയധികം ദുഃഖിപ്പിച്ചു. ഞാൻ ഉടനെ ആ കൊച്ചിൻ്റെ അടുത്ത് പോയി. കൊച്ചിൻ്റെ കൈ മൊത്തം റാഷസാണ്. കൊച്ചിൻ്റെ ഒരു കാവാസാക്കി ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. അപ്പം കൊച്ചിൻ്റെ മേത്തും കൈകളിലും കാലുകളിലൊക്കെ റാഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ ആ കയ്യിൽ ഞാൻ പോയി തൊടണമെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ് എന്നെ കൊണ്ട് തൊട്ടത് എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ ആ കൊച്ചിൻ്റെ കൈകളിൽ കുരിശ് വരച്ച് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ കൊച്ചിന് ഇനി എൻ്റെ ഷിഫ്റ്റിൽ ഒരു പനി വരാൻ പാടില്ല എന്ന് ഞാൻ അത്ര ഇതായി ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അമ്മയോടും പറഞ്ഞു, ഇനി ഈ കൊച്ചിന് പനി വരില്ല, ടെൻഷൻ അടിക്കേണ്ട, നന്നായി പ്രാർത്ഥിക്കുക. അവരേത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നൊന്നും ഞാൻ നോക്കിയില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, പക്ഷെ ദൈവം തൊടു ഈ കൊച്ചിനെ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പം കുറച്ച് ഹൗസ് കീപ്പിംഗ് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ട. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം ഈ കൊച്ചിന് 3 ദിവസമായി പനി, അത് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ പൂർണ്ണ മനസ്സോടെ അത് അക്സെപ്റ്റ് ചെയ്ത് അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുക സിസ്റ്റർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു. പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോൾ പിന്നെ എൻ്റെ ഷിഫ്റ്റിൽ ആ കൊച്ചിന് പനിച്ചില്ല. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം ഉണ്ടാക്കിയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് കേട്ടോ. പിന്നെ ഈവനിങ്ങിൽ പതിവിൽ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരത്തില്ല ഈവനിങ്ങിൽ, സ്പെഷ്യലിസ്റ്റ്. അന്ന് ആ ഡോക്ടർ ആ വഴി പോയപ്പോൾ ഞാൻ ഓടി ഡോക്ടറുടെ അടുത്ത് പോയി പറഞ്ഞു, ഡോക്ടർ, ആ കൊച്ച് ഇത്ര സമയമായിട്ട് എൻ്റെ ഷിഫ്റ്റിൽ പനി വന്നില്ല. അപ്പോൾ ഡോക്ടറുടെ ഡയഗ്നോസും ട്രീറ്റ്മെൻറ്റും കറക്റ്റായിരുന്നു. കാരണം ആ കൊച്ച് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ, എനിക്ക് ഇത്രയും സന്തോഷമാണെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ പോയി ആ രോഗിയെ കാണാമെന്ന് പറഞ്ഞ് ഡോക്ടർ എൻ്റെ കൂടെ വന്ന് ആ പേഷ്യൻറ്റിനെ കണ്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെയാണെന്ന് പിരിഞ്ഞത്. ഇതെൻ്റെ ലൈഫിൽ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നതാണ്. നമ്മളെ കൈകൾക്കും ശക്തിയുണ്ട് എന്നെനിക്ക് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു മേഖലയായിരുന്നു ഇത്. എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ദിവസം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ അവിടേക്ക് കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഇനിയും രോഗശുശ്രൂഷ മേഖലയിൽ ഒരുപാട് രോഗസൗഖ്യങ്ങൾക്ക് ഫെമിതേനെ ഒരു ഉപകരണമാക്കി ദൈവം മാറ്റട്ടെ. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഈശോയുടെ ആലോചന ചോദിച്ചിട്ടായിരുന്നോ നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തിരുന്നത്? മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഞങ്ങൾ ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സ് ലാസ്റ്റ് 1 year ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലായിരുന്നു. എന്നിരുന്നാലും ഒരുപാട് കൺഫ്യൂഷനായിരുന്നു, പോകണോ വേണ്ടേ. ഫൈനൽ സ്റ്റേജിലെത്തി. നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് 1 മാസം കൂടിയുള്ളൂ പോകാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഞങ്ങൾക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഫെമിത ഒരു ദിവസം ഒരു അലൈനിൽ ഒരു പെന്തക്കുസ്ത അലൈനിൽ വെച്ച് നടന്ന പെന്തക്കുസ്ത പ്രോഗ്രാം നഴ്സസിൻ്റെ, അതിൻ്റെ 2 days ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം. അപ്പം അന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ പോയ സമയത്ത് നന്നായി പ്രാർത്ഥിച്ചു. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം കിട്ടിയൊരു ദിവസമായിരുന്നു ആ 2 ദിവസം. അന്ന് ഞാൻ ചോദിച്ച ഒരേയൊരു കാര്യം, പരിശുദ്ധാത്മാവെ, നീ എനിക്കൊരു ആൻസർ തരണം, ഞാൻ എന്ത് ചെയ്യണം എന്ന്. കാരണം എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം പോലെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. കാരണം ഇന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് എനിക്കൊരു ആൻസർ തരണം, ഞാൻ ഏത് വഴി പോകണം. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ മനസ്സ് തോന്നണം, ഒരാളിങ്ങനെ പറയുവാണ് എൻ്റെ മനസ്സിൽ, നീ ഒന്ന് ലീവ് കിട്ടുമോ ചോദിച്ചു നോക്ക്. എനിക്കിങ്ങനെ ശരിക്കും അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മനസ്സിൽ നിന്ന് ഒരാളിങ്ങനെ എനിക്ക് പറഞ്ഞു തരുവാണ്, നീ ലീവ് ചോദിക്ക്. ഞാനത് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അവിടെ പോയിട്ടൊരു
കോഴ്സ് ചെയ്യണമല്ലോ, 6 വീക്സ് കോഴ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അവൾ എന്നോട് പറയാണ്, ആ 6 വീക്സ് കോഴ്സ് ചെയ്യാണ്ട് ലീവ് നമുക്ക് കിട്ടുവാണെങ്കിൽ, പോകുവാണെങ്കിൽ, ഞാൻ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റും അവിടെ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ നല്ലൊരു ഓപ്ഷനാണത്, നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നീ ചോദിച്ചു നോക്ക്, ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ട് ലീവ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ, നല്ലൊരു സൊല്യൂഷനാണ് അതിന്. അപ്പം നീ പോയിട്ട് അവിടെ നിനക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് അവിടെ നമുക്ക് പറ്റുന്നതാണോ അല്ലയോ എന്ന് നിനക്ക് അറിയാൻ പറ്റും. അപ്പം ലീവ് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ലീവ് ചോദിച്ച് എനിക്കറിയില്ല അതെങ്ങനെയാണ് നടന്നത്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമെന്ന് എനിക്ക് അവിടെ മനസ്സിലാക്കി. അത് എന്നെ അറിയുന്ന ഓരോ വ്യക്തികളിലും ഹോസ്പിറ്റലിൽ എൻ്റെ ഫ്രണ്ട്സിന് അറിയാൻ പറ്റും. കാരണം ഞാൻ ലീവ് ചോദിക്കുന്നു, അത് ഹയർ അതോറിറ്റി എനിക്ക് ലീവ് അപ്രൂവൽ, ഇതിനു മുന്നേ ആർക്കെങ്കിലും ലീവ് കൊടുത്തോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ആവശ്യം എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചു, നീ ലീവ് ചോദിക്കുക. അങ്ങനെ എനിക്ക് ലീവ് സാങ്ഷനായി വരികയും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെയും ഈശോയുടെ ഇഷ്ടപ്രകാരം ഞാൻ ആ കോഴ്സിന് പോയി തിരിച്ചു വരികയാണ് ഉണ്ടായത്. റെസിഗ്നേഷൻ കൊടുത്തായിരുന്നു, ലാസ്റ്റ് മൊമെന്റിലായിരുന്നു. ഓൾറെഡി ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ആ റെസിഗ്നേഷൻ വിഡ്രോ ചെയ്യാൻ പറ്റി. ഈ ലീവ് സാങ്ഷൻ ആയപ്പോൾ ഞങ്ങൾ ആ റെസിഗ്നേഷൻ വിഡ്രോ ചെയ്തു, പോയിട്ട് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള ഒരു തീരുമാനത്തിലെത്തി. അത് വല്ലാത്തൊരു സിറ്റുവേഷൻ. ഒരു മാസത്തോളം നീണ്ടു നിന്ന ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ, ഒരു സൊല്യൂഷൻ ആയിരുന്നു. ടെൻഷൻ അടിച്ച്, കാരണം എന്ത് ചെയ്യും, നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ലൈഫിൽ ഒരു പ്രത്യേക നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ദൈവം ശരിക്കും ഞങ്ങളുടെ ലൈഫിൽ ഇടപെട്ട് ഞങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു റൈറ്റ് ദൈവം എനിക്ക് തന്ന്, അതിന് ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഈശോയ്ക്ക് നന്ദി. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഐഡിയയും തന്നു, വഴിയും തുറന്നു തന്നു അല്ലേ. അപ്പോൾ ഭമിത ശരിക്കും അയക്കപ്പെട്ടതാണ് അങ്ങോട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഈശോയെ പകർന്നു കൊടുക്കാൻ പറ്റിയോ അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട്? ന്യൂസിലൻഡ് പോയത് തന്നെ കാരണം ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ന്യൂസിലൻഡ് പോവുകയാണെങ്കിൽ എനിക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നായിരുന്നു. കാരണം എനിക്കിവിടെ സത്യം എനിക്കൊരു പ്രൗഡി ഉണ്ടായിരുന്നു, ഞാനിവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താൽ അപ്പോൾ ഉറപ്പായി എനിക്ക് പ്ലേസ്മെൻറ്റ് ഹോസ്പിറ്റലിൽ കിട്ടും എന്നൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറെയായിരുന്നു. കാരണം എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഒരു ഏജ് കെയർ ഹോമിലാണ്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാത്ത ഒരു ഏരിയ, അതായത് ഞാൻ ഇതുവരെ പ്രാർത്ഥിക്കാത്ത ഒരു മേഖല. അപ്പം ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഓരോ പേഷ്യൻസിനും ഞാൻ കാണും, അവിടെ എല്ലാ പേഷ്യൻസും മിക്കവാറും പേഷ്യൻസ് ഡിമെൻഷ്യയാണ്. ഡിമെൻഷ്യ വെച്ചാൽ ഓർമ്മക്കുറവാണ് മെയിൻ പ്രശ്നം വരുന്നത്. അപ്പം എന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരുപാട് സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ ദൈവം തന്നു. ഡ്യൂട്ടിയിൽ ഞാൻ പോയി, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലായിരുന്നെങ്കിൽ കാരണം കൂടെ ഉള്ളവർ പറഞ്ഞു ഹോസ്പിറ്റൽ വളരെ ബിസിയാണ്, പക്ഷേ എനിക്ക് ദൈവം എല്ലാം ഇങ്ങനെ, ഞാൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം 2 സ്റ്റെപ്പ് എനിക്ക് വെച്ചെന്നു. ഞാൻ ഈവൻ ഹസ്ബൻഡിനെ വിളിച്ച് കരയുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വെച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അവിടെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവം 2 സ്റ്റെപ്പാണ് എനിക്ക് വേണ്ടി വെക്കുന്നത്. അതിനോർത്ത് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് വിളിച്ച് ഞാൻ അടുത്ത ഹസ്ബൻഡൊക്കെ കരഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിയിൽ പോയി ഓരോ പേഷ്യൻസ് റൂം പോകുമ്പോൾ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, കാരണം ഇവിടെ ആരും കാണത്തില്ല, പേഷ്യൻ്റ് ഒരു സിംഗിൾ റൂമാണ് ഓരോ പേഷ്യൻസിന്. അപ്പം ഞാൻ എന്നും പോയി കുരിശ് വരച്ച് ഗോഡ് ബ്ലസ് യു എന്ന് പേഷ്യൻ്റൊക്കെ കയറുമ്പോൾ തന്നെ ഞാനത് പറയും. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ പോയപ്പോൾ ഒരു പേഷ്യൻ്റ്, ഞാനിങ്ങനെ കൈകൊണ്ട് ഹായ് നോക്കിയ പേഷ്യൻ്റ് എന്നോട് എന്നാണ് എന്നോട് പറഞ്ഞത്. ഭയങ്കര ഒരു ദേഷ്യത്തിലായിരുന്നു ആ പേഷ്യൻ്റ്. പക്ഷെ പതിയെ എന്നും ഞാൻ ഈ കുരിശ് വരച്ച് ഗോഡ് ബ്ലസ് ആ പേഷ്യൻ്റ് മാറി തുടങ്ങി. അപ്പം പിന്നീട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഒരു പേഷ്യൻ്റിനെയാണ് ഞാൻ കണ്ടത്. കാരണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പേഷ്യൻ്റ് അടുത്ത് പോലും പോകാത്തൊരു ആളാണ്. അങ്ങനെ എന്നെ പേഷ്യൻ്റ് എന്നും അടുത്ത് പോകുമ്പോൾ പേഷ്യൻ്റ് ആദ്യം തന്നെ ഹഗ് ചെയ്യുക. അപ്പോൾ എനിക്ക് ദൈവം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്ന. പേഷ്യൻ്റ് തടവി കൊടുക്കുമ്പോഴൊക്കെ അവർ ഭയങ്കര സന്തോഷമാണ് അവരുടെ മനസ്സിൽ. കാരണം അവരെ ചിന്ത എന്ന് വെച്ചാൽ അവരെ മക്കൾ അവിടെ ഇട്ടിട്ട് പോയി അങ്ങനെ ഒരു ചിന്തയാണ് അവർക്ക്. പക്ഷെ ഞാൻ പതിയെ പറഞ്ഞു കൊടുത്തു, മോൾക്ക് ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഇരിക്കെ ഒരു ദിവസം മോള് കാണാൻ വന്നപ്പോൾ എനിക്കറിയില്ല ഈ രാജ്യത്ത് അങ്ങനെ പറയാൻ പറ്റുമോ, ഒന്നും ദൈവത്തിനെ കുറിച്ച് പറയാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല, ആ ഹോസ്പിറ്റലിൽ അത് പറയാൻ പറ്റും. ഞാൻ ആ മകളടുത്ത് പറഞ്ഞു ഒരു ബൈബിൾ എടുത്ത് അമ്മക്ക് വായിച്ചു കൊടുക്കണം. അപ്പം മോള് ഉടനെ പോയി ഒരു ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ബൈബിൾ എടുത്ത് വന്ന് എന്നോട് പറയുവാണ് അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സാമാണ്, അത് ഞാൻ വായിച്ചു കൊടുക്കുന്നത്. അപ്പം പിന്നെ ഞാൻ ശ്രദ്ധിക്കുക, എല്ലാ പ്രാവശ്യം മോള് വരുമ്പോൾ ബൈബിളും കൊണ്ടുവരാം അമ്മക്ക് വായിച്ചു കൊടുക്കാൻ. അതെന്നെ ഭയങ്കര സന്തോഷിപ്പിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ആള് ആക്ടിവിറ്റീസിനൊന്നും പങ്കെടുക്കാത്ത ഒരു വ്യക്തി ആ പേഷ്യൻ്റ്, പക്ഷെ പതിയെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ എന്നെ കാണിക്കുവാണ്, ഞാൻ ആക്ടിവിറ്റീസ് ചെയ്യുവാണെന്ന് കാണിക്കാൻ വേണ്ടി എന്നെ കൈകൊണ്ട് കാണിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തുടങ്ങി. ഞാൻ വരുന്ന 2 ആഴ്ച മുന്നേ പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി എക്സസൈസും എല്ലാം സ്റ്റാർട്ട് ചെയ്ത ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ രണ്ടാമത് ഒരു പേഷ്യൻ്റ് കൂടെ എൻ്റെ മനസ്സിൽ ആഴത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേഷ്യൻ്റ് കൂടെ ഉണ്ടായിരുന്നു.
ആ പേഷ്യൻ്റ് ഞാൻ ഈ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ പേഷ്യൻറ്റിനോട് പറഞ്ഞു, പിന്നെ ഞാൻ പോവുകയാണ് നാളെ, അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കറിയില്ല അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. അപ്പം ഞാൻ പോകുന്ന അന്ന് ആ പേഷ്യൻ്റെ അടുത്ത് പോയപ്പോൾ പേഷ്യൻ്റ് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് എന്നോട് പറയാം, ഗോഡ് ബ്ലസ് യു. എനിക്കത് ഭയങ്കര ഒരു ഞെട്ടിക്കുന്നൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ ഈ ചെയ്യുന്നത് ദൈവമേ നീ കാണുന്നുണ്ട് എന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു. ആ പേഷ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു, ഞാൻ എങ്ങനെ മറക്കും, എല്ലാ ദിവസവും എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്ന ആളെ ഫാമിലിയുടെ ഞാൻ ബ്ലസ് ചെയ്യണ്ടേ എന്ന് പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ മൊമെൻ്റ് ആയിരുന്നു അത്. ഇതുകൂടാതെ ചേച്ചി, പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യുകയുണ്ടായി ന്യൂസിലൻഡിൽ. അപ്പം ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയപ്പം അവളോട് ഞാൻ ഇങ്ങനെ എന്നോട് ചോദിച്ചു ഒരു ദിവസം, എങ്ങനെയാണ് മക്കൾക്ക് ഈശോനെ പകർന്നു കൊടുക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ മക്കൾക്ക് സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു സമയം എടുത്താലും നമ്മൾ മക്കളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കണം. കാരണം ചിലപ്പം നമ്മൾ ഒരു ബൈബിൾ വായിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും കുഞ്ഞു മക്കളാകുമ്പം. ഞാൻ പറഞ്ഞു, എൻ്റെ മോള് ബൈബിൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ സമയം എടുക്കുമായിരുന്നു. പക്ഷെ ഒരു 3 വരിയെങ്കിലും ഡെയിലി നമ്മൾ വായിപ്പിക്കണം മക്കളെ. കാരണം അത് പതിയെ അവർ ഒറ്റയ്ക്ക് വായിക്കാൻ തുടങ്ങും. പിന്നെ പരിശുദ്ധാത്മാവെ അവർ നയിച്ചോളും. അതെനിക്ക് മനസ്സിലായതാണ് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ. അപ്പോൾ ഞാൻ അത് അവളോട് ഷെയർ ചെയ്തപ്പം ആള് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പം 2 മക്കളെ കൊണ്ട് സെപ്പറേറ്റിൽ ബൈബിൾ വായിപ്പിക്കും. പിന്നെ ഞാൻ ഒരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ കാണുവാണ് അവിടെ തണുപ്പാണ്. ആ തണുപ്പത്ത് അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലുന്ന വ്യക്തിനെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്ന് സ്റ്റാർട്ടും പറഞ്ഞു, ഫെമിത ഞാനിപ്പം ബൈബിളും വായിക്കും, കൊന്തയും ചൊല്ലിയതിന് ശേഷം മാത്രമേ ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ദൈവം എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് നയിക്കുന്നതായിരിക്കും. ഇപ്പം എനിക്കറിയാം ദൈവം എന്തിനാണ് എന്നെ ന്യൂസിലൻഡ് എത്തിപ്പിച്ചത്. കാരണം എനിക്ക് ന്യൂസിലൻഡ് പോകുമ്പോൾ എനിക്ക് അറിയില്ല എന്തിനാ. പക്ഷെ ഞാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചായിരുന്നു, പരിശുദ്ധാത്മാവെ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്നെ അവിടെ എത്തിക്കണം, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എവിടെ പോയാലും. പക്ഷെ ദൈവം എന്നെ അതിന് വല്ലാതെ അനുഗ്രഹിച്ചു. കാരണം എനിക്കറിയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു. എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഞാനുമായി ബന്ധപ്പെടുന്ന ഓരോ വ്യക്തികളും ദൈവം എന്തെങ്കിലും മാറ്റം വരുത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം എന്നെ എത്തിച്ചത്. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി നിൻ്റെയും നിൻ്റെ മക്കളുടെയും ഹൃദയ കവാടത്തെ അവിടുന്ന് തുറക്കുമെന്ന് നിയമാവർത്തനം 30:6 കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. ഇതുപോലെ ഫെമിതയുടെ കുടുംബത്തിൽ ഫെമിത ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ കുടുംബത്തിലും ചുറ്റുപാടിലും ഉണ്ടായ എല്ലാ മാറ്റങ്ങളും ആ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ പകർന്നു കൊടുത്തതും അനേകം കുടുംബങ്ങൾക്ക് ഒരു സാക്ഷ്യമായിരിക്കട്ടെ. അനേകം കുടുംബങ്ങളെ ഈശോ തൊടട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ ഈ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളേക്കാൾ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ ദൈവം എത്രമാത്രം മാനിക്കുന്നുവെന്ന് നമുക്ക് ഈ കുടുംബം പറഞ്ഞു തരുന്നു. നമ്മുടെ കുടുംബങ്ങളും വരാനിരിക്കുന്ന തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നതിനായി ജീവിത വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.